ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കുറുമ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത 1/2 കിലോ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മളിത് 2-ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആ സെയിം ടൈം തന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് 2 സവാള, ഒരു ഫുൾ വെളുത്തുള്ളി, 6 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയ പീസ് ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കേണ്ടതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ പീസസൊക്കെ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 4 ഏലയ്ക്ക, 1 പീസ് കറുകപ്പട്ട, 3 ഗ്രാമ്പൂ എന്നിവ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സ് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മിക്സും ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ അസാധ്യ ടേസ്റ്റിലുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അസാധ്യ ടേസ്റ്റിലുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.